ഹായ് ഡിയർ സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷൻ്റെ എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ മെനി സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്, ഇപ്പോൾ ലോ പോലുള്ള സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ലെങ്തിയാണ്, ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാനും അതുപോലെ തന്നെ ഒന്നുകൂടെ ഷോർട്ടായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മെയിൻലി ഈ നോട്ടിൽ ഡിസ്കസ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ഇതിൽ മെയിനായിട്ടും 5 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സിലോട്ട് കിടക്കുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽസ്, പാർട്ട്ണർഷിപ്പ്, LLP, കമ്പനീസ്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു PDF-ലൂടെ തന്നെ എന്ത് ചെയ്യാം നോക്കിയിട്ട് പറഞ്ഞു തരാം. സോ നോക്കിക്കോ, ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിക്വയർമെന്റ് ഓഫ് എ കോൺട്രാക്ട്, എന്തൊക്കെയാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കേട്ടവർക്കറിയാം. ഫ്രീ കൺസെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ബിറ്റ്വീൻ പാർട്ടീസ് ആയിരിക്കണം, പാർട്ടീസ് എന്തായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം. അങ്ങനെ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ ബൈ പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നോക്കണം, സെക്ഷൻ 10 പറഞ്ഞ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്, ഇവിടെ 2 പാർട്ടീസ്. ഞാൻ എന്ത് ചെയ്യുന്ന ടോപ്പിക്കിലോട്ട് കിടക്കുന്നില്ല, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ ഡെഫിനിഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഡെഫിനിഷൻസ്. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫർ എന്താണെന്നുള്ളതും, ഓരോ ഓഫറും ജനറൽ ഓഫർ, സ്പെഷ്യൽ ഓഫർ, ക്രോസ് ഓഫർ, കോൺട്ര ഓഫർ, കാര്യങ്ങളൊക്കെ തുടങ്ങിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ഡെഫിനിഷൻസും കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ആൾറെഡി അറിയുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഇനി താഴോട്ട് വന്ന പ്രപ്പോസൽ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഡെഫിനിഷൻസ്. ജസ്റ്റ് ചാപ്റ്റർ 1 ആയിട്ടുള്ളൂ. സോ അതുപോലെ തന്നെ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഡിഫറൻസസ്. അതുപോലെ തന്നെ കേസ് ലോസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഒന്നെന്ന് പറയാൻ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നോക്കാം, കൺസെന്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ when it is not caused by എന്തൊക്കെയാണായിരുന്നു, coercion, ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്. ഓക്കെ, ഇതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, റിവൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. മിസ്റ്റേക്ക് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്ര ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ് ഒക്കെ ആണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കണം, ടൈപ്സ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണ്, ആന്റിസിപ്പേറ്ററി ബ്രീച്ച്, അതുപോലെ തന്നെ ആക്ച്വൽ ബ്രീച്ച്. സോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറെ എക്സാമ്പിൾസ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി, ബയ്യർ എന്താണ്, സെല്ലർ എന്താണ്, ഗുഡ്സ് എന്താണ്, അതർ ദാൻ ഗുഡ്സ് എന്താണ്, ആൾസോ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഡെഫിനിഷൻസിന് എന്ത് ചെയ്യണം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലുള്ള തന്നെയാണ്, കാരണം എന്ത് ചെയ്തതെന്ന് എടുത്ത് എഴുതിയത് തന്നെയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്പെസിഫിക് ഗുഡ്സ് എന്താണ്, അസർട്ടൈൻഡ് ഗുഡ്സ് എന്താണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ വളരെ വൃത്തിക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏകദേശം ദ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് 111 പേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ 5 സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നോട്ട് വേണ്ട ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാം. സാമ്പിൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടോ, ജസ്റ്റ് എല്ലാം ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സെയിൽസ് ഓഫ് അൺസർട്ടൈൻഡ് ഗുഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്താണ്, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു നോട്ട്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എലമെന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്, ടെസ്റ്റ് ഓഫ് പാർട്ണർഷിപ്പ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇവിടെ LLPയിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പനിയുടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വൈൻഡിങ് അപ്പ് കാര്യങ്ങൾ. ഇനി കമ്പനീസ് ആക്ട് ഓഫ് ഓൾ ഇന്ത്യ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ ഡെഫിനിഷൻസ് നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അസോസിയേറ്റ് കമ്പനി ചിലപ്പോൾ കണ്ടോ, ഇതിലൊക്കെ ഏതെങ്കിലും ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് സാധാരണ. ഓക്കെ, എക്സാമിൽ ജസ്റ്റ് ഡെഫിനിഷൻ ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 1 പേഴ്സൺ കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം,
ഇത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ PDF സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ.